ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും കണ്ണൻകുട്ടിയായിട്ടുള്ളൊരു ഉച്ചവിശേഷമാണ് കേട്ടോ. ഇന്നെൻ്റെയും കണ്ണൻകുട്ടിയുടെ ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചായയോടെയൊക്കെ കഴിഞ്ഞു. ഷാജേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിക്കുള്ള പരിപ്പാണ് കേട്ടോ എടുത്തിട്ട് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് സാമ്പാർ നല്ല ഇഷ്ടമാണ്. പൂജയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പച്ചക്കറി സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ഇന്ന് സാമ്പാറിക്ക് ഇടാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് പച്ചക്കറി കാര്യങ്ങളൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുക. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാൻ പരിപ്പ് കുറച്ച് കൂടുതലിടും സാമ്പാറിൽ, അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ എനിക്ക് എപ്പോഴും തന്നെ ഈ കുക്കറിൽ ഞാൻ പറയാറില്ല, അതിൻ്റെ ഒരു ലൂസ് ആവാറുണ്ട്. അത് ഞാനിങ്ങനെ എന്താ പറയുക, നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മുറുക്കി ഒക്കെ സെറ്റാക്കിയിട്ടാണ് ഞാൻ പരിപ്പ് വെച്ചത്. അല്ലെങ്കിൽ അതിൽ വിസിൽ വരാൻ വേണ്ടിയിട്ട് കുറേ പാടാം. എന്നിട്ട് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കിക്കൊണ്ടിരിക്കുക. ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 വെണ്ടയ്ക്ക, തക്കാളി, 2 വലിയ ഉള്ളി, കുഞ്ഞ് ഒരു സവാളയുടെ 2 അങ്ങനെയൊക്കെ കൂടെ എടുത്തിട്ടാട്ടോ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണത്. അപ്പോൾ കണ്ണൻകുട്ടി ഇങ്ങനെ ഓരോന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ഇരിക്കുന്നുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണൻകുട്ടി ആയാലും പൂജട്ടിയാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ ഒരുപാട് മടുപ്പ് തോന്നും. ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതേ ആകെ ഒരുപാട് ആലോചനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൂഡ് ഓഫ് ആയി പോകും. ഇതാവുമ്പോൾ അവൻ്റെ ഓരോ സംസാരവും കാര്യങ്ങളും തിരിച്ചങ്ങടും, ചിലപ്പോൾ ഓരോ പൊട്ടത്തരൊക്കെ അവനോട് ചോദിക്കുക, അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കട്ടോ അവന്. അപ്പോൾ എനിക്കാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കൊനിഷ്ടൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുക. എനിക്കറിയില്ല ഫുട്ബോളിൻ്റെ കാര്യമോ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്തം വിട്ടുകൊണ്ട് നിൽക്കും. എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലുമ്പോൾ ഒരു മുറിയുണ്ട് ആൾക്ക്. അപ്പോൾ നല്ല വേദന ഉണ്ട്. തള്ളാവരലിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയിട്ട് ഗ്രൗണ്ടിൽ നിന്നായതാ. ഒരു ഭാഗം പോയി കഴിഞ്ഞാലും അവന് വലിയ വിഷയമില്ല, പറയില്ല. ഫ്രണ്ട്സ്, ഇന്ന് കണ്ണൻകുട്ടി സ്കൂളിലേക്ക് പോയിട്ടില്ല. കാലിന് ഒരു മുറിയുണ്ട് അല്ലേ, കാണിച്ചോട്ടെ. അതിപ്പോൾ ഇങ്ങനെ കാണിക്കാം. തള്ളാവരലുമില്ല, കാലും ആകെ ചളിയാണ് അതിൻ്റെ തേച്ച്. അപ്പോൾ അതിനിങ്ങനെ ആ മുറിയുടെ തോന്നുന്നൊരു മേക്കാച്ചിൽ. എന്തായാലും ഇന്ന് പോയിട്ടില്ല. റീസൺ മുറിയാണ് അല്ലേ. എന്താ ഇരുത്താൻ മുറി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പാർ വയ്ക്കണം, പിന്നെ കൂന്തൽ ഉണ്ടാക്കാതിരിക്കുന്നുണ്ട്. ഷാജേട്ടൻ പോയിട്ടോ. ഷാജേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഷാജേട്ടൻ പോയി. ഇനി നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഫുഡ് ഉണ്ടാക്കുക, അടിച്ചു വല്ലി തുടക്കുക. കുളിച്ചിട്ടില്ല, മീൻ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ല. കഷ്ണരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്നിട്ട് കൗണ്ട്. അയ്യോ, ഇതെന്താ കഴിയുന്നത്? ഇതെല്ലാം തരാത്തല്ലേ. കഷ്ണരിയിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പരിപ്പ് വന്നാൽ നമുക്ക് സാമ്പാറായാൽ ഉപ്പേരി വെണ്ടയ്ക്ക ഉണ്ട്. എവിടെ വേണ്ട, വെണ്ടയ്ക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഉണ്ടാക്കുക, വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുക, കൂന്തൾ ഫ്രൈ ചെയ്യുക, സാമ്പാറും. അന്ന് അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. മുറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നൊന്നും കാണിക്കില്ല കേട്ടോ. പിറ്റേ ദിവസം വന്നിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായതൊക്കെ പറയാം. അന്ന് രാത്രി ആകുമ്പോൾ ഇനി എനിക്ക് ടെൻഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവൻ അത് അപ്പം പറയാറില്ല. പിറ്റേ ദിവസം കാണിക്കാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മുറിയുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പൊന്ത് അങ്ങനെയൊക്കെയാണ്. എന്നാലും ആൾക്കൊരു ഭാഗം പോയാലും വലിയ വിഷയമൊന്നുമില്ല. അത് വെച്ച് ഞാനൊക്കെ ആണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അയ്യോ ആവോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവനങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനാകെ പേടി തലവേദനയും പനിയും വരുമ്പോൾ തലവേദനയായിട്ടോ. അപ്പോഴാണ് ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റിയും കൊണ്ട് നിൽക്കുക, എവിടെയും പോവില്ല. വലിയ പേടിയാട്ടോ പനിയും തലവേദനയും വരുന്നത്. ബാക്കിയുള്ള സംഭവത്തിൽ 16 ആളാ ഈ കാലം വെച്ചിട്ട് വേണമെങ്കിൽ വൈകിട്ട് കളിക്കാൻ വേണ്ടിയിട്ടും പോകും. അപ്പോൾ ഞാൻ അതിലേക്കുള്ള സാമ്പാറിക്കുള്ള കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ചതച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പ് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഉപ്പേരി ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് പരിപ്പ് കുറച്ച് വേവുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 വിസിലൊക്കെ വന്നിട്ട് പിന്നെ അതിൻ്റെ സ്റ്റീം പ്രഷർ പോയതിൻ്റെ ശേഷം തുറക്കുമ്പോൾ അടിപൊളിയായിട്ട് വെന്ത് കുറുകി ആ പരിപ്പ് വെന്ത് നല്ലോണം ഉടയണം. അപ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ ഉപ്പേരിക്കുള്ള കടുക് വറുത്തു, വെല്ലുള്ളി കുറച്ചുണ്ടായിരുന്നു, വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇനി അത് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പൊടിയും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. ഈ വെണ്ടയ്ക്കുപ്പേരി പൂജുട്ടിയുടെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉപ്പേരി, വെണ്ടയ്ക്കുപ്പേരി. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ലേശം ഉപ്പ് കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇടുക, ഉപ്പിടുക, അടച്ച് വെച്ചിട്ട് വേവിക്കുക. വെള്ളം തൊടിയിക്കാനേ പാടില്ല. നല്ല മൂത്ത ആ എണ്ണയിലും ആവിയിലും കിടന്നിട്ട് വേവണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വിശേഷം പറയാൻ വേണ്ടിയിട്ട് കണ്ണൻകുട്ടി കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബോറടിയൊന്നും
പണിയൊന്നുമില്ല. മറ്റേത് ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് വലിയ പാടാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് അമ്മയൊക്കെ വിളിക്കും. അതാണ് പിന്നെ ആകെ ഒരു ആശ്വാസം. ആ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരിയൊക്കെ സെറ്റായിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ സാമ്പാർ എന്നാൽ റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ ഉണ്ടാക്കേണ്ട പരിപാടിക്ക് നിൽക്കാമല്ലോ. കൂന്തളാണ്. അപ്പോൾ അത് വെച്ചുണ്ടാക്കി വരുമ്പോഴേക്കും നേരം വൈകണ്ട വിചാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വലിയ പാടില്ലല്ലോ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ പുറത്തിരുന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യും വേണം. നമ്മൾ അതിലൊന്നും അല്ലല്ലോ, ഭയങ്കര സ്മെല്ലടിക്കും. പിന്നെ പകലല്ലേ, പകലാകുമ്പോൾ നമ്മൾ പുറത്തുതന്നെ ഇരുന്ന് മീൻ ഉണ്ടാക്കാറുള്ളൂ. രാത്രി വൈകിയാലാട്ടോ പിന്നെ ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് അകത്ത് വെച്ചിട്ട് ചെയ്യുള്ളൂ. പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്കുള്ള എല്ലാ വെണ്ടയ്ക്ക് ഒഴിച്ചിട്ടുള്ള ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താക്കി വെച്ചാൽ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി നമുക്ക് സാമ്പാറിലേക്ക് വലിയ എരിവൊന്നും വേണ്ടല്ലോ. കുറച്ചധികം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. കുറച്ചധികം ഓവറല്ല, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു വിസിലും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഞാൻ സാമ്പാർ ഒരുപാട് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കും, വറുത്തരച്ചിട്ടുണ്ടാക്കും. തട്ടിക്കൂട്ട് സാമ്പാറിൽ തന്നെ 2-3 ഐറ്റം അങ്ങനെയൊക്കെ വെച്ചിട്ട് സാമ്പാർ ഞാൻ പല വിധത്തിലും ഉണ്ടാക്കും കേട്ടോ. അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരേ ടൈപ്പ് സാമ്പാർ അല്ലല്ലോ ഉണ്ടാക്കുക. വറുത്തരച്ചിട്ടുണ്ടാക്കും, പൊടിയിട്ടിട്ടുണ്ടാക്കും, കായും ഇതൊക്കെ പൊടിച്ചിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലാണ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. എന്തിനും നമ്മൾ പരിപ്പ് ഇത്തിരി കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പാർ സെറ്റാവുകയെ. പരിപ്പ് കുറയുമ്പോൾ ഈ വെള്ളം വേറെയും കഷ്ണം വേറെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരില്ല. അപ്പോൾ അതൊരു വിസിലൊക്കെ അടിച്ചപ്പോഴേക്കും ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മൾ പുളി പാകത്തിന് പിഴിഞ്ഞൊഴിച്ചു. അപ്പോൾ അതൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിലേക്കുള്ള ഇനിയുള്ള വെള്ളത്തിലേക്കുള്ള പുളിയും കാര്യങ്ങളൊക്കെ ഒഴിക്കേണ്ടുള്ളൂ. ഒരുപാട് കറി വേണ്ട നമുക്ക്. അപ്പോൾ അതിനനുസരിച്ച് 2 നേരത്തിലേക്കുള്ള കറി വെച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്താക്കി വെച്ചാൽ സാമ്പാർ പൊടി ഇട്ടു. ചില സമയങ്ങളിൽ ഞാൻ ഇപ്പോൾ സാമ്പാർ പൊടി ഇടും, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കടുക് വറുക്കുമ്പോൾ സാമ്പാർ പൊടി ഇടും. ഇപ്പം ഞാൻ ഏതായാലും ഇട്ട് കൊടുത്തു. പാകത്തിന് സാമ്പാർ പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് പോരാത്തതിന് ഉപ്പൊക്കെ ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ നമ്മുടെ എന്താക്കുക, വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. സാമ്പാറിൻ്റെ റെസിപ്പിയൊന്നും ഇപ്പോൾ വലിയ കാര്യമായിട്ട് നമുക്ക് പറയേണ്ടതില്ലല്ലോ. അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വെന്താൽ അതിലേക്ക് കടുക് വറുത്തിടുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കിച്ചണിലെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ ഉണ്ടാക്കിയേ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കുകയും വേണം. അപ്പോൾ ഷാജേട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള എന്നത്തെയും പരിപാടികൾ തന്നെയാണ് ഇതാവും. ഇന്നിപ്പോൾ കണ്ണൻകുട്ടിയുള്ള കാരണം എനിക്ക് ചടുപ്പിടുക തന്നെ ചെയ്യണം. മറ്റേത് എനിക്കല്ലേ, ഞാനല്ലേ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ ഞാൻ പറയാറുണ്ടല്ലോ 11 മണിയൊക്കെ ആവുമെന്ന്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ നിർബന്ധമില്ല. ചില ദിവസങ്ങളിൽ ഷാജേട്ടൻ പോകാൻ ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ആൾ ഫുഡ് കൊണ്ടുപോകും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ആ ടൈമിങ്ങിനനുസരിച്ച് നേരത്തെയും കുറച്ചും ആക്കിയിട്ട് വയ്ക്കും. എന്താ വെച്ചാൽ നേരത്തെ ആൾ പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് നേരത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വൈകി വയ്ക്കുമ്പോൾ നമുക്ക് 2 നേരത്തിനാവുകയും ചെയ്യും. ഷാജേട്ടൻ കുറച്ച് വൈകി വന്നാലും ആൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫുഡ് ചീത്തയായി പോവില്ല. അപ്പോൾ അത് കാരണം കേട്ടോ അങ്ങനെയൊക്കെ നമ്മുടെ ടൈമിന് ഇങ്ങനെ അനുസരിച്ചിട്ട് മാറ്റി മറിച്ചിട്ടൊക്കെ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാറൊക്കെ സെറ്റായപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ കൂന്തളൊക്കെ എടുത്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. കൂന്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. അതിന് മഷി പൊട്ടിയാലാട്ടോ പ്രശ്നം. ഇത്തിരി മഷി പൊട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലും ആകെ കലങ്ങി മറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് പാടാണല്ലോ. അപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ണൻകുട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വന്നിരിക്കുന്നുണ്ട്. സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. സ്കൂളുള്ള ദിവസമായിട്ട് അങ്ങനെ ഇരിക്കുന്നത്. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ആളെ മഷി ഇട്ടാൽ കാണില്ല. അവൻ പോവും ഫ്രണ്ട്സിൻ്റെ കൂടെ. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്, എന്നെ വിളിച്ചാൽ മതി, ഒരൊറ്റ വിളിക്ക് ഞാൻ കേൾക്കുമെന്ന് പറയും കേട്ടോ. ആ സ്ഥലത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോയി നോക്കുമ്പോൾ അവിടെ കാണില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഇരിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ കൂടെ ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടം. എന്താ വെച്ചാൽ അങ്ങനെ കിട്ടാറില്ല. സ്കൂളില്ലാത്ത ദിവസം അവൻ്റെ പാടെ വിദേശിച്ചിട്ട് അവൻ പോവുക കാരണം എനിക്കങ്ങനെ അവനെ കിട്ടാത്തതുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാണ്ട് അങ്ങനെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് ചെറിയും വരുന്നുണ്ട്. പക്ഷെ അവന് വേറെ മാർഗ്ഗമില്ല, പോസ്റ്റായിട്ടിരിക്കുകയല്ലേ. അപ്പം എൻ്റെ കൂടെ വട്ടം ചുറ്റിയും കൊണ്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് ചെറുതിലൊക്കെ കാര്യം ഓർമ്മ വരും കേട്ടോ. നമ്മളൊരു ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ നിന്നൊക്കെ അവർ വിട്ട് കളിക്കും കാര്യത്തിനൊക്കെ പോവും. പെൺകുട്ടികളും അങ്ങനല്ല, അവർ പിന്നെ വലുതാവണോടത്തോളം അമ്മയെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കും. അപ്പോൾ ഇവനിപ്പോൾ ഇന്ന് കിട്ടിയാൽ ഞാൻ വലിയ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മൂഡ് ഓഫ് നമുക്ക് ഒരുപാട് മൂഡ് ഓഫുള്ള സമയത്ത് ഇവരൊക്കെ അങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്കത് ആലോചിക്കാണ്ട് ഒരുപാട് സമയങ്ങൾ ബാക്കി കിട്ടും. പിന്നെ അടുത്തേക്ക് വന്നിട്ടൊന്ന് ഒഴിഞ്ഞു തരും, തലയ്ക്കൊന്ന് ഒഴിഞ്ഞു തരും, കൈയൊക്കെ ഒന്ന് കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരും. അപ്പോൾ വലിയ കാണിക്കലല്ല കേട്ടോ, അവന് വലിയ സ്നേഹം കേട്ടോ. അവനൊരുപാട് നേരം നിന്ന് പണിയെടുക്കുമ്പോഴൊക്കെ ആവും അവൻ അറിയുണ്ടാവും അത്രയും പണിയൊക്കെ ഉണ്ട്, എന്തോ അറിയില്ല, വലിയ സ്നേഹമൊക്കെയാണ്. അങ്ങനെ നമ്മുടെ കൂന്തളൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പെരുംജീരകം കൂടെ കേട്ടോ, അതും കൂടെ ചതച്ചതും പിന്നെ വേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പുരട്ടി വെച്ചു കേട്ടോ. കൂന്തൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റോസ്റ്റ് ഉണ്ടാക്കണേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ കേട്ടോ. ഇവിടെ നമുക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. ഷാജേട്ടൻ ഈ മീൻ കഴിക്കില്ല.
അപ്പോൾ നമ്മൾ 3 പേരെ കഴിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് 2 നേരത്തിന് ധാരാളം ഉണ്ടാവും ഇവിടെ. അപ്പോൾ മീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ ഇനി അടുപ്പിലാണ് വെക്കാനുള്ളത് കൊണ്ട് അവിടെ മൊത്തം വൃത്തിയാക്കി തുടച്ച് നീറ്റാക്കിയിട്ടു. ഇനി നമുക്കത് നേരെ അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്താക്കി വെച്ചാൽ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ഓൾറെഡി നമ്മൾ ചോറ് അതിനകത്ത് വെച്ചതുകൊണ്ട് തന്നെ തീ പിടിപ്പിക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ചട്ടിയിൽ വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്താ അറിയോ, അടുപ്പിൽ കത്തിക്കുമ്പോൾ അതിൻ്റെ കത്തൽ നമുക്ക് സ്ലോ ആക്കാനും സ്പീഡാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തിരി വെള്ളം കണ്ടറിഞ്ഞു വെച്ചു. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് വേവിച്ചു കേട്ടോ. എന്നിട്ട് ഇനി അത് വെന്ത് വറ്റി ഒരു പാകത്തിന് വരണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് വെട്ടപ്പോഴേക്കും ഞാനവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ എന്നെയൊക്കെ വന്ന് ഉമ്മ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ആൾ ചൂലെടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആൾ അടിച്ചു വരാണ്. അപ്പോൾ ഞാൻ ചെയ്തോളാം, അപ്പോഴേക്കും എൻ്റെ അടുത്ത് കുളിച്ച് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ ചെയ്യാം, നമ്മുടെ കുട്ടി അവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കി അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ വൈകിട്ടാണ് തുടയ്ക്കണത്. നമ്മൾ വൈകിട്ട് തുടയ്ക്കണോണ്ട് ഉച്ചയാകുമ്പോൾ വലിയ അലമ്പൊന്നും ആവില്ല. അപ്പോൾ പിന്നെ ഷാജൻ്റെ ഈ വണ്ടി ക്ലീനിങ്ങിൻ്റെ അന്നൊക്കെയാണ് വല്ലാണ്ട് അലമ്പാവുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വൈകുന്നേരം തുടച്ചാൽ നോക്കില്ല, വീണ്ടും തുടച്ചിടും. ഇനി നമുക്കൊന്ന് വൈകിട്ട് വിളക്ക് കൊളുത്തുന്ന സമയത്ത് തുടച്ചാൽ മതി. അപ്പോൾ അത് കാരണം ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരിയിടണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അടിച്ചു വരുന്ന ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വലിയ ബഹളാവും, റൂമിലും കാര്യങ്ങളിലൊക്കെ വലിച്ച് വാരി അലമ്പിടും. അപ്പോൾ ഞാനത് നീറ്റ് ചായോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിടും. എന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. മറ്റേത് രാവിലെ അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ ഷാജേട്ട് ഒരു 4 നടത്തം വണ്ടിയിൽ കയറ്റേണ്ട സാധനവും ഇറക്കേണ്ട സാധനവും ക്ലീനിങ് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ആയിട്ട് ഒന്നും കൂടെ അലമ്പാക്കി ഇടുകയാണ്. കാരണം ഞാൻ ഒതുക്കി പെറുക്കിയൊക്കെ വെക്കും. ബെഡ്ഷീറ്റും കാര്യങ്ങളും റൂമിൽ പിള്ളേർ വലിച്ച് വാരിയിട്ട് ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ചിട്ട് ലാസ്റ്റ് പിന്നെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കുക ചെയ്യാം കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി നോക്കുമ്പോൾ ഈ അടുപ്പ് ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണ്. കത്തിയോണ്ടിരിക്കുന്ന അടുപ്പ് ഞാനൊന്ന് ചെന്ന് ചകയും, അതങ്ങോട്ട് കേടുകയും ചെയ്യും. എൻ്റെ അടുത്ത് എപ്പോഴും ചീത്ത പറയും കേട്ടോ. അത് നേരെ ചൊവ്വ കത്തായിരിക്കും, ഞാൻ ചെന്നൊന്ന് ഇളക്കും വെറുതെ, അത് കേടുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി ഒരു ഇങ്ങനെ പറ്റി വരണ്ട് വരണ രൂപമായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊള്ളി മാറ്റി വെച്ചിട്ട് അപ്പോൾ എന്താക്കാം, ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും അത് റെഡിയാവും. അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. ഉച്ചയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ പണ്ടൊക്കെ എനിക്ക് നട്ടുച്ചയും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, കുളി തെറ്റിയാലൊക്കെ. ഇപ്പോഴും പ്രശ്നമാണ്, പക്ഷേ പണ്ടത്തെ അത്ര ഇല്ല. ഞാൻ പല നേരത്തായിരിക്കും, ചിലപ്പോൾ രാവിലെ കുളിക്കും, ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പിന്നെയും കുളിക്കും, വൈകിട്ട് വീണ്ടും കുളിക്കും. അങ്ങനെയൊക്കെ കുളിക്ക് ടൈമിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി മുഖത്തൊക്കെ പുരട്ടിയിട്ട് ഇത് ഞാൻ എപ്പോഴും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ അലോവേര ജെല്ല് അത് ആദ്യം തേച്ചിട്ട് പിന്നെ നമ്മൾ സൺസ്ക്രീന്, ഇത് മസ്റ്റാ. വീട്ടിലിരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി കണ്ണൻകുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇനി പ്രത്യേകിച്ച് ഇനി വൈകിട്ടേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചുവാരി തുടയ്ക്കാനും വിളക്ക് വയ്ക്കാൻ, പിന്നെ വൈകുന്നേരത്ത് കഷ്ണങ്ങൾ അരിയാണ്ടെങ്കിൽ അത് അരിയാം, മാവ് അരച്ച് വയ്ക്കാണ്ടെങ്കിൽ അങ്ങനത്തെ പണികളൊക്കെ നമ്മുടെ വീട്ടിലുള്ള പണികൾ തന്നെയാണ്. ഈ ഫുഡിൻ്റെ പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂന്തലൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചട്ടി കണ്ടപ്പോൾ വിടാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ കണ്ണൻകുട്ടിയോട് പറഞ്ഞു നമുക്ക് അതിനകത്തേക്ക് ചോറിട്ട് കഴിക്കാം. അതിനകത്ത് മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ അതിൽ നമുക്ക് ചോറിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമുക്ക് കുറച്ച് കൂന്തൽ ചെമ്മീനൊക്കെ നമുക്ക് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ചെമ്മീനൊക്കെ ഇത്രയും ഉണ്ടാവില്ല ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ ചൂര, കൂന്തൽ, ചെമ്മീൻ, മാന്തൾ ഭയങ്കര ഇഷ്ടമുള്ള മീനുകളാണ് കേട്ടോ അത്. പിന്നെ അപ്പോൾ അത് കാരണം ഇതിൻ്റെ ചട്ടികളൊന്നും വറുത്തൊരു ചട്ടികളും നമ്മൾ ഒഴിവാക്കാറില്ല. മസാല അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ. അതിൽ ചോറൊക്കെ ഇട്ട് പൊനച്ച് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, വേറെ സാമ്പാറും ഉപ്പേരിയും പപ്പടവും ഒന്നും വേണ്ട കേട്ടോ, ഇത് മതി. അങ്ങനെ കണ്ണൻകുട്ടി പറഞ്ഞു അവന് സാമ്പാർ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് വേണം, അതുകൊണ്ട് എനിക്ക് 2 ഉരുള മതി പറഞ്ഞു. ഞാൻ അതിലൊരു ചട്ടി ചോറിട്ട് കഴിച്ചാലും ആ ചട്ടിക്ക് ഒരു ചട്ടി ചോറിട്ട് കഴിച്ചാലും ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് ചോറ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ഞാൻ അസലായിട്ട് അതിൽ നല്ലോണം പുരട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ട് കണ്ണൻകുട്ടിക്കുള്ള ചോറാണ് വിളമ്പണത് കേട്ടോ. അങ്ങനെ സാമ്പാറും ഉപ്പേരിയും മീനല്ല കൂന്തൽ ഫ്രൈയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ കുറച്ച് നേരം. അപ്പോൾ അവൻ പറഞ്ഞു വീഡിയോ കാണാണ്ട് തത്രപ്പാടിലാണ് ആളെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ കൊടുക്കുക കാരണം അവന് വീഡിയോ കാണാനൊന്നും പറ്റണില്ല. ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കണ്ണൻകുട്ടിക്ക് ചോറൊക്കെ വാരി കൊടുക്കുകയാണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. 2 ആൾക്കും ചോറ് വാരിക്കും. പൂജിട്ടിക്ക് അങ്ങനെ നിർബന്ധമില്ല, അവൾ വന്നു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും. എപ്പോഴെങ്കിലൊക്കെ വാരി കൊടുത്താൽ മതി. കണ്ണൻകുട്ടിക്ക് ഡെയിലി നമ്മളിത് ചെയ്യണം കേട്ടോ. അവന് ചോറ് വാരി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ചോറ് അവൻ ഫുള്ള് കഴിക്കുകയും ചെയ്യും, രണ്ടാമതും മേടിക്കും. അവനാണ് കഴിക്കണമെങ്കിൽ ഞാൻ എടുത്തപ്പോൾ ഈ ചോറിൻ്റെ തന്നെ അത്ര അവൻ കഴിക്കൂല.
അതങ്ങനെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.